Okay, we are going to start. We are discussing our first chapter in the second semester. In the last class, we completed answer these questions, right? Answer this question complete ചെയ്തില്ലേ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? Then fun with words. Fun with words. Next portion, fun with words. കണ്ടോ page number 6 last one, fun with words. Yes, do you want to say anything, answers, friends? Okay, she's facing some range problems. Okay. Question answer. കേട്ടില്ല question answer. Okay, okay, class in the last ചോദിച്ചേക്കാം. Okay. Fun with words. I'm going to read that portion. Group of letters such as un, re, and dis, which are added before words to change their meanings, are called prefixes. Today we are going to learn prefixes and suffixes. Prefixes and suffixes എന്താണെന്ന് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താ prefixes? First line ഇവിടെ കൊടുത്തിട്ടുണ്ട്. Groups of letters like un, re, dis, which are added before the words to change their meanings, are called prefixes. നമ്മൾ വേർഡ്സിന്റെ മുൻപിലായിട്ട് ചില വേർഡ്സിന്റെ മുൻപിലായിട്ട് un ചേർക്കാറുണ്ട്, dis ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ re, ഈ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ചേർക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ടു ചേഞ്ച് ദ മീനിങ്സ് ഓഫ് ദാറ്റ് വേർഡ് അല്ലെ? ആ കൊടുത്തിരിക്കുന്ന വേർഡ്സിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മുൻപിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മുമ്പിൽ ചേർക്കുന്ന ഗ്രൂപ്പ്സ് ഓഫ് ലെറ്റേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് പ്രിഫിക്സസ്. മനസ്സിലായോ? പ്രിഫിക്സസ്. ഫോർ എക്സാമ്പിൾ ഇവിടെ ശ്രദ്ധിക്കുക. ലിസൺ ഹിയർ. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ഇനി നോക്കാം. സ്റ്റാർട്ട് എന്നുള്ള വേർഡ്, സ്റ്റാർട്ട്, ഓക്കെ, സ്റ്റാർട്ട് എന്നുള്ള വേർഡ്, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു? റീ പ്ലസ് സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്നുള്ള വേർഡിന്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു? മുൻപില് റീ എന്നുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് ചേർത്തു. അപ്പൊ ഇതെന്തായി? ഇത് became restart. ഈ വേർഡ് എന്തായി? റീസ്റ്റാർട്ട് ആയി അല്ലേ? ഓക്കെ, മനസ്സിലായോ? സ്റ്റാർട്ട് എന്നുള്ള വേർഡിന്റെ മുൻപിലല്ലേ നമ്മൾ ഇത് ചേർത്തത്? മുൻപിൽ ചേർക്കുന്ന ഈ ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയോ? പ്രിഫിക്സസ്. അനദർ എക്സാമ്പിൾ എന്താ? വേറെ എക്സാമ്പിൾ എന്താണുള്ളത് അവിടെ കൊടുത്തിരിക്കുന്നത്? ഡിസ് പ്ലസ് ഇൻട്രസ്റ്റ്, ഡിസ്ഇൻട്രസ്റ്റ്. ഓക്കെ, ഡിസ് കൂടെ നമ്മൾ എന്ത് ചേർത്തു? ഇൻട്രസ്റ്റ് ചേർത്തു അല്ലേ? Then it became disinterest. Disinterest. Okay. ഇനി ഉണ്ടല്ലോ un plus able, unable. Un plus able became unable. മനസ്സിലായോ? അപ്പൊ വേർഡ്സിന്റെ മുൻപിൽ നമ്മൾ ചേർക്കുന്ന ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ് എന്താണ്? പ്രിഫിക്സസ് ആണ്. മനസ്സിലായല്ലോ? You can underline that sentence. Groups of letters such as un, re, and dis, which are added before words to change their meanings, are called prefixes. Often by adding these prefixes, we form the antonyms of words. Okay. Often by ഇവിടെ ഒരു സെന്റൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. Often by adding these prefixes, we form antonyms of this word.
അപ്പൊ ഇങ്ങനെ ചേർക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ത് ഏത് തരത്തിലുള്ള വേർഡ്സ് ആണ്? പ്രിഫിക്സസ് ചേർക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന വേർഡ്സ് ആന്റോണിംസ് ആണ്. ആന്റോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രസ്റ്റിന്റെ കൂടെ ഡിസ് ചേർത്തപ്പോൾ ഡിസ്ഇൻട്രസ്റ്റ് ആയി അല്ലെ? ഇൻട്രസ്റ്റ് ഇല്ലാത്തതായി, ഇൻട്രസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയി. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്സ് ആണ് ആന്റോണിംസ്. സിനോണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിനോണിംസ് മീൻസ് സെയിം മീനിങ് ഉള്ള വേർഡ്സ്. ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വേർഡ്സ് ആ, അതിന്റെ വിപരീത പദമാണ് ആന്റോണിംസ്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള പ്രിഫിക്സസ് ചേർത്ത് വേർഡ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അത് എന്താവുന്നത്? ആന്റോണിംസ് ആവുക ചെയ്യുക. തന്നിരിക്കുന്ന വേർഡ്സിന്റെ ഇൻട്രസ്റ്റ് ഡിസ്ഇൻട്രസ്റ്റ് ആയി. ഇൻട്രസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്ഇൻട്രസ്റ്റ്. ഓക്കെ, then who is Galaxy J7 Prime 2? ആരാത്? കെ അബ്ദുൽ ബാസിത്. മോനെ പേരടിച്ച് ചെയ്യണേ. ആൻഡ് സ്പ്രിന്റ് ടേൺ ഓൺ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഇരിക്കണ്ട കേട്ടോ. കൃപ, ഓക്കെ. ഇനി അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കിയേ. ആഡ് പ്രിഫിക്സസ് ടു ദ അണ്ടർലൈൻഡ് വേർഡ്സ് and filling the blanks with the new words. താഴെ തന്നിരിക്കുന്ന വേർഡ്സിലെ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന്റെ കൂടെ നമ്മൾ എന്ത് ചേർക്കണം? എന്താ ചേർക്കേണ്ടത്? പ്രിഫിക്സസ് ചേർത്ത് അവിടെ എഴുതുക. ഓക്കെ, ഫസ്റ്റ് വൺ, പ്രിയ ലൈക്സ് ഡോഗ് വെരി മച്ച് ബട്ട് രാഹുൽ ഡാഷ് ഡോഗ്സ്. ലൈക്സിന്റെ കൂടെ ഏത് പ്രിഫിക്സസ് നമുക്ക് ചേർക്കേണ്ടത്? ലൈക്സിന്റെ കൂടെ അണ്ണാണോ അല്ല? ഡിസ്ലൈക്ക്. ഓക്കെ, ഡിസ്ലൈക്ക്. പ്രിയ ലൈക്സ് ഡോഗ്. പ്രിയക്ക് ഡോഗിന് ഇഷ്ടമാണ്, പക്ഷെ രാഹുലിന് ഡോഗിന് ഇഷ്ടമല്ല എന്നാണ് എഴുതേണ്ടത്. അപ്പൊ ഡിസ്ലൈക്ക്. സേറ, where is the textbook? Show me your textbook. Sarah, show me your textbook. It's a semester 2 textbook മേടിച്ചിട്ടില്ല. എന്തേ മേടിക്കാത്തത്? മേടിക്കാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. Priya likes dog very much, but Rahul dislikes dog. Ini second one, she started the computer, but it shut down and had to be restarted. Started ന്റെ കൂടെ നമ്മൾ ഏത് ചേർത്തത്? restarted. എഴുതിക്കോ, RESTARTED, restarted. Third one, Mrs. Sharma found the room dash and told the boy to make it tidy. Tidy അല്ലേ underlined word. Tidy ന്റെ കൂടെ നമ്മൾക്ക് ഏത് ചേർക്കാം? untidy. Mrs. Sharma found the room untidy and told the boy to make it tidy. Okay. Fourth one, do not throw away used cardboard boxes. They can be used in the good and reused. 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 Fifth one, Hari decided to leave right away. But Venu was dash about what to do. Undecided. We can write undecided. കഴിഞ്ഞില്ലേ മക്കളെ? പേന കാണിച്ചേ മോളെ.
Next, D നോക്കിക്കോ, section D. Filling the blanks with the suitable words. Filling the blanks with the suitable words. First one, car is to garage as aeroplane is to. Car നമ്മൾ ഗാരേജിലാ പാർക്ക് ചെയ്യുക. Aeroplane Aeroplane is to. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല ചിലപ്പോ, ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? എയർപോർട്ട് അല്ല മുത്ത, എയർപോർട്ട് അല്ല. അതിനെന്താ പറയാന്നറിയോ നിങ്ങൾക്ക്? ഹാങ്ങർ. HANGAR, right? HANGAR, hanger. HANGAR. Anstroprints. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞേ. Second one, cat is to kitten as elephant is to. Catന്റെ കുട്ടീനെ kitten എന്താ പറയാ? Elephantന്റെ കുട്ടീനെ എന്താ പറയാ? Baby elephant അല്ല ദേവാഞ്ജന. Calf. CALF. CALF, calf. അബ്ദുൽ ബാസിന് കേൾക്കുന്നില്ലേ മോനെ? പേജ് നമ്പർ 7 D ആണ് പറയുന്നത് മിസ്സേ. പേജ് നമ്പർ 7 D. Uncle is to aunt as nephew is to. Uncle is to aunt as nephew is to niece. Niece. Spelling is NIECE. Niece. Christy Sindo. Second one, cat is to kitten as elephant is to calf. CALF. Fourth one, horse is to neigh as cow is to. And the horse ഉണ്ടാക്കുന്ന sound, that is neigh sound. Horse is to neigh and cow is to moo. MOO, moo. MOO, moo. Moo. Last, fifth one, sea is to beach as river is to. കടലിന്റെ കാര്യം ബീച്ച് എന്നാ പറയാ. As river is to. പുഴേന്റെ ആണെങ്കിൽ എന്താ പറയാ? ബാങ്ക്. BANK, bank. Bank. Got it? കിട്ടിയില്ലേ എല്ലാം? Yes. Then let us learn grammar. Let us learn grammar. Now we are going to learn some grammar here, and it is about tense. Tense എന്നതിനെ കുറിച്ച് വരുന്നത്. Tense എന്താ tense? How many tenses are there? എത്ര tense ഉണ്ട്? 3. First one, present tense, past tense, and future tense. Present tense, past tense, and future tense. Okay. Present tense എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? പ്രസന്റ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് present tense. Past tense, പാസ്റ്റിൽ കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലേ? കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ പറയും. Yesterday it was happened by. Okay, ഇന്നലെ നടന്ന കാര്യങ്ങൾ പറയും, കുറച്ച് മുന്നേ നടന്ന കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞതായിട്ട് പറയും അല്ലേ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയും. Then future tense. എന്താ future tense? Future tense എന്താ? നടക്കാൻ പോകുന്ന കാര്യമാണ്. For example, he writes a letter. For example, മുഹമ്മദ് ഷാൻ, മുഹമ്മദ് ഷംബീൽ. Turn on a video. Alna Agustin, turn on a video. Okay, listen here. Abba future tense എന്താ? For example, ഒരു sentence എടുത്തോ. He writes a letter. അവൻ ഒരു കത്ത് എഴുതുന്നു. He writes a letter. അതെന്താണ്? പ്രസന്റ് ടെൻസ് ആണ്, ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. He writes a letter. മനസ്സിലായോ? ഇനി അവൻ കത്ത് എഴുതിന്ന് എങ്ങനെ പറയാം? He wrote a letter. That is past tense. He wrote a letter. ഇനി അവൻ ഒരു കത്ത് എഴുതും എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ആണ്, നമ്മൾക്ക് അറിയില്ല, നടക്കാൻ പോകുന്ന കാര്യമാണ് അല്ലേ? He will write a letter.
He will write a letter. See the difference here. He writes a letter. He wrote a letter. He will write a letter. മനസ്സിലായോ? He writes a letter എന്ന് പറഞ്ഞത് സിമ്പിൾ ആണ്. അതായത് പ്രസന്റ് ടെൻസിൽ നടക്കുന്ന കാര്യമാണ്. പാസ്റ്റ് ടെൻസിലാണെങ്കിൽ he wrote a letter. ഇനി he will write a letter. അവൻ ഒരു കത്ത് എഴുതും. അവൻ ഒരു കത്ത് എഴുതുന്നു. അവൻ കത്ത് എഴുതി. അവൻ ഒരു കത്ത് എഴുതും. മനസ്സിലായോ? Got it? Got the differences? Okay. ഇവിടെ നോക്കിക്കോ. The simple present tense is the form of the verb which states or a fact or talks about a habitual action that takes place in the present time. Habitual action means what? എപ്പോഴും നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? The sun rises in the east. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. എല്ലാ ദിവസവും നടക്കുന്ന കാര്യമല്ലേ? The sun rises in the east അല്ലേ? എല്ലാ ദിവസവും അത് ഹാബിച്വൽ ആയിട്ട് പറയാതെ തന്നെ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഹാബിച്വൽ ആക്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? The simple present tense is the form of the verb which states a fact or talks about a habitual action that takes place in the present time. Present time എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ് ആയിട്ട് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ അല്ലേ? അപ്പൊ എന്റെ മക്കൾക്ക് മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയാനാണ് എന്ത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. മിസ് പറഞ്ഞു. ശാലിനി loves flowers. ശാലിനി loves flowers. ശാലിനി പൂക്കളെ സ്നേഹിക്കുന്നു. ശാലിനി loves flowers. Sinan, you can leave the class. എടോ ഇത് ഗ്രാമർ ആണ് പറയുന്നത്. ഇത് ഇന്നത്തേക്കോ വേണ്ടി മാത്രമുള്ളതല്ല. ഈ ഗ്രാമർ നിങ്ങൾക്ക് വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ തന്നെ കാര്യങ്ങൾ തന്നെയാണ് പഠിക്കുന്നത്. ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് കൂട്ടിയിട്ടേ പഠിക്കുന്നുള്ളൂ. ഇത് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ ഇവിടെ ഈ പൊട്ടം കളിച്ചോണ്ടിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചോണ്ടിരുന്നാലും ഈ ക്ലാസ് കിട്ടുമോ? പിന്നെ നെക്സ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് എക്സാം എഴുതുന്ന സമയത്ത് ആരും ഒന്ന് പറഞ്ഞു തരും? സ്കൂള് തുറക്കും ഇപ്പോ. അപ്പോളോ നോക്ക. ശാലിനി loves flowers. ശാലിനി loves flowers. ഏതാ ഇതിൽ വെർബ്? loves എന്നുള്ളതാണ് വെർബ് അല്ലേ? ശാലിനി loves flowers. ശാലിനി എന്നുള്ളത് എന്താണ്? സിംഗുലർ നൗൺ ആണ്. ശാലിനി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ വെർബ് പ്ലൂറൽ ആയത്. ശാലിനി ലവ് ഫ്ലവേഴ്സ് എന്ന് എഴുതിയ പോരെ? നോ. ശാലിനി loves സിംഗുലർ നൗണിന്റെ കൂടെ പ്ലൂറൽ വെർബ വരുക. ശാലിനി loves flowers. ഇനി ഈ ഫോൺ എനിക്ക് കൊടുക്കുന്ന സിനാനെ ഞാൻ നിന്നെ റിമൂവ് ചെയ്യുവേ. എത്ര പ്രാവശ്യം പറയണ ഒരേ കാര്യം? Shalini loves flowers. Okay, Shalini loves flowers. That is simple present. Next, the elephant is a large animal. Elephant is a large animal. അവിടെ എവിടെ ഏതാ വെർബ്? ഈസ് ആണ് വെർബ്. കാരണം എങ്ങനെ മനസ്സിലായത്? elephant is എന്ന് കണ്ടാൽ നിങ്ങൾ വിചാരിച്ചത് പ്രസന്റ് ടെൻസ് ആണ്. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എഴുതാം. അവിടെ സിമ്പിൾ പ്രസന്റിൽ നമ്മൾ ഈസ് എന്നുള്ള വെർബ യൂസ് ചെയ്യുക. വാസ് ആണെങ്കിലോ? വാസ് ആണെങ്കിൽ പാസ്റ്റ് ആണ്, കഴിഞ്ഞ കാര്യമാണ് മക്കളെ. മനസ്സിലായോ? ഈസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ്. ഷീ ഈസ് റൈറ്റിംഗ്. അവളിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഷീ ഈസ്. ഷീ വാസ് റോട്ട്. വാസ് എന്ന് പറയുമ്പോൾ എന്താ അവിടെ? അവൾ എഴുതി. വാസ് ഈസിന്റെ പാസ്റ്റ് വെർബ് എന്താ? V2 ഫോം ആണ് എന്ത്? ഏത്? വാസ്. ഓക്കെ, അപ്പൊ ഈസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ. Amar drinks milk. Amar drinks milk. Which is the verb here? Drinks. Amar എന്നുള്ളത് സിംഗുലർ നൗൺ ആണ്. അതുകൊണ്ടാണ് വെർബ് എന്തായത്? വെർബിന്റെ കൂടെ എസ് ഓർ എസ് ചേർത്തത് അല്ലെ? എസ് ഓർ എസ് ചേർത്തത്. Amar drinks water.
drinks. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളൂ ഇത് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഫസ്റ്റ് എക്സാമ്പിൾ, Shalini loves flowers. The elephant is a large animal. Amar drinks water. Sorry, Amar drinks milk. Underline the verbs in the simple present tense. താഴെ തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബ് അണ്ടർലൈൻ ചെയ്തോ എന്നിട്ട് ആൻസർ പറഞ്ഞാൽ മിസ്സിന്. Underline the verbs in the sentences. ഷമ്മീൽ അവിടെ എന്താ വീഡിയോ ഓഫ് ചെയ്തിട്ട് പണിയെടുക്കുന്നത്? ആൻസർ എഴുതിക്കോ. Mount Everest is the highest mountain in the world. ഏതാ സൂര്യദേവ് അതിലെ വെർബ്? ഈസ് ആണല്ലേ. മൗണ്ട് എവറസ്റ്റ് ഈസ്. അതിലെ വെർബ് ഏതാ? അതിലെ വേറെ വെർബ് ഉണ്ടോ? ഇല്ല. മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹൈയസ്റ്റ് മൗണ്ടൻ ഇൻ ദ വേൾഡ്. ഈസ്. Okay, that is the verb here. Next, Pooja likes reading fairy tales. ഏതാ ശ്രീദേവേ അതിലെ വെർബ്? Pooja likes reading fairy tales. Likes. Likes, very good. Likes. A pumice stone floats on the water. Which is the verb here, Devanjana? എന്താ അതിൽ ചെയ്യുന്ന പ്രവൃത്തി? That is, a pumice stone floats on water, അല്ലേ? Floats, ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. That is the verb here, floats. തേർഡിലെ നിങ്ങൾ ഫോർത്തിലെത്തിയില്ലേ? എന്നിട്ടാണ് ഈ തപ്പുന്നത് വെർബിനും നൗണിനൊക്കെ. എന്റെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ കുട്ടികൾ പറയലോടോ, ഷെയ്മാണേ. വായിക്കുക, അറിയാത്ത കാര്യമല്ലേ, നമുക്ക് കിട്ടുന്നില്ല അല്ലെ. നമുക്ക് ചിലപ്പോൾ അറിയാത്തോണ്ടായിരിക്കും. എന്റെ മക്കൾ അത് വായിച്ചുകൊണ്ടിരുന്നാൽ മതി. 2-3 പ്രാവശ്യം എല്ലാ കാര്യങ്ങളും വായിക്കുക. എപ്പോഴും ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് വായിക്കുന്നതിലും ഒരു 2-3 പ്രാവശ്യം അധികം വായിക്കുക. നമുക്ക് അറിയില്ലല്ലോ, അറിയാൻ വേണ്ടി വായിക്കുക. ആരെയും ബോധ്യപ്പെടുത്താനും അമ്മനെ പറ്റിക്കാനൊന്നും വായിക്കണ്ട. നെക്സ്റ്റ്, ആരോൺ കേജൽ. ആരോൺ, the earth rotates on its axis. ഏതാ മുന്നിലെ വെർബ്? ആരോൺ, ഇതില് വെർബ് പറയുമോനെ? The earth rotates on its axis. എനിക്ക് ബാക്കി എല്ലാ സൗണ്ടും അവിടുന്ന് കേൾക്കാം, ആരോണിന്റെ സൗണ്ട് മാത്രം കേൾക്കുന്നില്ല. ഏതാ? നോവേ. കൃപ, അടുത്ത കൃപക്ക് വേണോ? സിനാന് കഴിഞ്ഞിട്ട് അടുത്ത ചെയ്ത കൃപക്ക് വേണോ? Rotates. Rotates. The earth rotates. That is the rotates is the verb here. Rotates. Rotates. R-O-T-A-T-E-S. Rotates. Fifth one. Suram eats salad with every meal. Which is the verb here? Say, Sarah. Sarah. പറയുമോളെ, അൺമ്യൂട്ട് ചെയ്ത് പറയ ആൻസർ. സേറ. I don't know.
സുരം eat salad with every meal. അതിൽ ഏതാണ് വെർബ്? സുരം eats salad with every meal. ഇതിൽ ഏതാണ് വെർബ്? എന്താ വെർബ് പറഞ്ഞു കഴിഞ്ഞാല് സേറ? വാട്ട് യു മീൻ ബൈ എ വെർബ്? എന്താ വെർബ്? പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണല്ലേ? ഇറ്റ് ഡിനോട്ട്സ് an action. A verb denotes an action. പ്രവൃത്തി എടുക്കുന്നതിന് അല്ലെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ്. ഇതിൽ എന്താ പ്രവൃത്തി? സുരം eat salad with every meal. ഇതിൽ എന്താ പ്രവൃത്തി? എന്താ ഇതിൽ വെർബ്? എന്താ സെന്റൻസിന്റെ മീനിങ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സെന്റൻസ്? ഒരു കാര്യം ചെയ്യാം, ആ ഫിഫ്ത് വൺ ഇല്ലേ, ഫിഫ്ത് വൺ അല്ല, ഫസ്റ്റ് 1 to ആ 5 എണ്ണം ഇല്ലേ, ആ 5 എണ്ണം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, സേറക്കുള്ള പണിയാണ്. ആ 5 എണ്ണം സേറയ്ക്ക് മാത്രമാണ്, ബാക്കി ആർക്കും ഇല്ല. ആ 5 എണ്ണം നോട്ട്ബുക്കിലേക്ക് എടുത്ത് എഴുതുക, വെർബ് അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം അങ്ങോട്ടേക്ക് എഴുതിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലല്ല, ഇന്ന് രാത്രിക്കുള്ളിൽ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരാം. ദാറ്റ്സ് എ പണിഷ്മെന്റ്. ഓക്കെ, ഇത്രയും സമയം ഞാൻ പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല, കേട്ടല്ലോ? ഓക്കെ, അല്ല ആഗസ്റ്റിന് ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ക്ലാസ്സിൽ അതിന്റെ മാത്രം പിക്ചർ എടുത്തിടുക. അല്ല ആഗസ്റ്റിൻ, ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. അത് മോളുടെ ഡ്യൂട്ടിയാണേ. മോൾക്ക് ഞാൻ വിട്ടു. എനിക്കിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വഴക്ക് പറയുമ്പോൾ കേൾക്കാൻ സേറയും അല്ലയും ബാധ്യസ്ഥരാണ് ഇവിടെ, കേട്ടല്ലോ? അപ്പൊ സേറ എന്ത് വേണം? ഈ സെക്ഷനില് അതിൽ 5 എണ്ണം എടുത്ത് എഴുതുക, ആ 5 എണ്ണം അണ്ടർലൈൻ ചെയ്യുക. എന്താ സേറ? എന്താ? ടെക്സ്റ്റ് ബുക്ക് ഇല്ല. ടെക്സ്റ്റ് ബുക്ക് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഇല്ലല്ലോ? അല്ല ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടുവരും, അത് നോട്ട്ബുക്കിലേക്ക് ആ സെന്റൻസ് അടക്കം എഴുതിയെടുക്കാം. എന്നിട്ട് അത് അണ്ടർലൈൻ ചെയ്യുക. വെർബ് ഏതാന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം എഴുതും? യു ഹാവ് ടു റൈറ്റ് ഇറ്റ് 5 times. ഓക്കെ, 5 പ്രാവശ്യം എഴുതുക. കേട്ടല്ലോ സേറ? ഇല്ല ഞാൻ വരും വീട്ടിലേക്ക്. ഇപ്പോ വേഗം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ? ഞാൻ നേരത്തെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞല്ലോ അൺമ്യൂട്ട് ചെയ്യാൻ, കേട്ടില്ലല്ലോ? Take it as your punishment. Okay, ഇതിൽ ഏതാ വെർബ്? സുരം eat salad with every meal. പറഞ്ഞോ, അല്ല തന്നെ പറഞ്ഞോ. Eats. Very good. കഴിക്കുവല്ലേ ചെയ്യുന്നത്? Eats. കഴിക്കുന്നു എന്നതിനെ കാണിക്കല്ലേ eats അവിടെ കൊടുത്തത്? അതല്ലേ അവിടുത്തെ പ്രവൃത്തി? ഓക്കെ, okay, next write 5 sentences describing your day. Use the simple present tense. അപ്പൊ സിമ്പിൾ പ്രസന്റ് ടെൻസ് വെച്ചിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന 5 കാര്യങ്ങൾ 5 സെന്റൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ടേക്ക് ഇറ്റ് ആസ് യുവർ ഹോംവർക്ക്. നിങ്ങളുടെ ഹോംവർക്ക് ആയിട്ട് എഴുതിയെടുക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിയിട്ട് വരിക. ഓക്കെ, ഇനി നോക്കിക്കോ, അടുത്തത് പറഞ്ഞിട്ടാണ്. ഇപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചു അല്ലേ? സിമ്പിൾ പ്രസന്റ് ടെൻസ് പഠിച്ചില്ലേ? ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കോ. In the present continuous tense. Next we are going to learn about present continuous tense. At first we learned simple present tense. Next present continuous tense. ഏതാണ്? present continuous tense. ഏതാ ദേവൻസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻസ്? സെക്കൻഡ് ടെൻസ് ഏതാ? present continuous tense. present continuous tense. നമ്മൾ ആദ്യം പഠിച്ച ടെൻസ് ഏതാണ്? ഒന്ന് പറഞ്ഞേ എബിൻ ബിജു, നമ്മൾ ആദ്യം പഠിച്ച ടെൻസ് ഏതാ? continuous tense. പൊന്നെ, നമ്മൾ ആദ്യം പഠിച്ച ടെൻസ് ഏതാ? ഫസ്റ്റ് പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ? ഇപ്പൊ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. നോക്കാം എന്താ സാധനം കേട്ടിട്ടുണ്ടോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എളുപ്പമാണിത്. നിങ്ങൾ ing വെച്ചിട്ട് വേർഡ്സ് എഴുതാൻ പഠിച്ചിട്ടുണ്ടോ? പ്ലേയിങ്,
റീഡിങ്. അതാണ്, അതിനെ നമ്മൾ വലിയ പേരിട്ട് വിളിക്കുന്നതാണ് എന്ത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നോക്കാം നമുക്ക്. പ്രസന്റില് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ഓക്കെ, ഹി റൈറ്റ്സ് എ ലെറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അതെന്താ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഹി റൈറ്റ്സ് എ ലെറ്റർ. ശ്രദ്ധിച്ചിരിക്കാം, ഹി റൈറ്റ്സ് എ ലെറ്റർ. ആ സെന്റൻസ് മാത്രമല്ലേ ഇപ്പോൾ മൈൻഡിലുള്ളൂ അല്ലേ? ഹി റൈറ്റ്സ് എ ലെറ്റർ. ഇനി അങ്ങനെ പറഞ്ഞാൽ എന്താ? അവൻ ഒരു ലെറ്റർ എഴുതുന്നു. ഓക്കെ, ഇനി അവനൊരു ലെറ്റർ എഴുതിക്കൊണ്ടേയിരിക്കുന്നു നമുക്ക് പറയണ്ടേ? അതായത് പ്രസന്റില് ലെറ്റർ എഴുതുന്നു, അത് അവൻ എഴുതിക്കൊണ്ടേയിരിക്കുക. ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഗോട്ട് ഇറ്റ്? See the difference? He is writing a letter. മനസ്സിലായോ? he is writing a letter എന്താ? That is a present continuous tense. That is a present continuous tense. He is writing a letter. എന്റെ മക്കൾക്ക് മനസ്സിലായോ? He is writing a letter. He writes a letter. He is writing a letter. He will write a letter. He wrote a letter. ഇതേതാ? നടുക്കേതാ? നടുക്ക് പ്രസന്റ് ആണ് ഇപ്പൊ നടക്കുന്നത്. He writes a letter. He is writing a letter. He will write a letter. അപ്പൊ ഇതിന്റെ മുന്നിൽ എന്താ? പാസ്റ്റ്, കഴിഞ്ഞതാണല്ലേ? He wrote a letter. അവിടുന്ന് മുതലേ വരാം, പാസ്റ്റ് മുതലേ വരാം. ഇതെന്താ? പാസ്റ്റ് ആണെന്ന് വിചാരിച്ചോ? He wrote a letter. He writes a letter. He is writing a letter. He will write a letter. 4 തരം സെന്റൻസ് ഇപ്പൊ പഠിച്ചു. പ്രധാനമായിട്ട് നമ്മൾ ഇപ്പൊ ഇവിടെ ടെക്സ്റ്റിലുള്ളത് പഠിച്ച 2 സെന്റൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും. മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായതാണോ? ഒരാൾ ഒരു ലെറ്റർ, അവൻ കത്ത് എഴുതുന്നു എന്ന് പറയുന്നു, അവൻ കത്ത് എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയുന്നു. മനസ്സിലായില്ലേ? He writes a letter. He is writing a letter. നോക്കിക്കോ, in the present continuous tense we use ing form of the verb. Okay, present continuous tense നമ്മൾ ഏത് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യുന്നത്? ing ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യുന്നത്. അതായത് വെർബിന്റെ കൂടെ നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ വെർബിന്റെ കൂടെ എന്ത് ചേർക്കുന്നു? ing ചേർക്കുന്നു. He is writing, reading, playing, singing. ഈ വെർബിന്റെ ഒക്കെ കൂടെ എന്ത് ചെയ്തു? സിംഗ്, പ്ലേ, റീഡ് എന്നുള്ള ഈ വെർബിന്റെ കൂടെ നമ്മൾ ing ചേർത്തു. റീഡ് പ്ലസ് ing റീഡിങ്, പ്ലേ പ്ലസ് ing പ്ലേയിങ്. ഓക്കെ, റൈറ്റ് പ്ലസ് ing റൈറ്റിംഗ്. മനസ്സിലായില്ലേ? വെർബിന്റെ ഒക്കെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ing യൂസ് ചെയ്തു. മനസ്സിലായോ? Got it? In the present continuous tense we use the ing form of the verb. The helping verbs am, is, are show that an action is taking place. അപ്പൊ നോക്കി, അതിന്റെ കൂടെ എന്തൊക്കെ ചേർക്കാൻ പറ്റും? അതിന്റെ കൂടെ എന്തൊക്കെ ചേരും? പറയും മക്കളെ. am, is, are. അതും കൂടി കൂട്ടി എഴുതാ സെന്റൻസില്. ഹി എഴുതുന്ന സമയത്ത് ഹി സിംഗിങ് എന്ന് മാത്രം പറയോ? ഹി ഈസ് സിംഗിങ് എ സോങ്. Okay, he is singing a song. She is writing a letter. She is writing a letter. I am playing in the park. I plus am, I am. I am playing in the park. Got it? മനസ്സിലാവുന്നുണ്ടോ? Do you have any doubt? Do you have any doubt? No. Okay, ഇപ്പൊ മിസ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലേ? ഐന്റെ കൂടെ ഏത് വരും? I am. I playing in the garden എന്ന് പറയില്ല. I playing in the park എന്ന് പറയില്ല. I am playing in the park. ഐന്റെ കൂടെ am ചേരും. ഐന്റെ കൂടെ മാത്രമേ am ചേരുള്ളൂ. I am playing in the park. ആശൻ, I am playing in the park. Okay. She is writing a letter. ഷീന്റെ കൂടെ എന്ത് ചേർത്തു? is വന്നു. ഹീന്റെ കൂടെ എന്ത് വരും? is വരും. He is writing a letter. He is writing a letter. ഇനി ആറ് വരുന്നതോ? ആറ് എവിടെ വരിക? പ്ലൂറൽ ഫോംസിന്റെ കൂടെ വരിക അല്ലേ? They are playing in the park. They are playing in the park. We are singing a song. We are singing a song. Got it?
Got the difference? മനസ്സിലായതാണോ എന്റെ മക്കൾക്ക്? ആണല്ലേ? അപ്പോ I am playing in the park. We are playing in the park. They are playing in the park. Okay. Here we have some examples. First one, we are playing cricket. We are playing cricket. Another example here, my mother is driving the car. My mother is driving the car. മനസ്സിലായതല്ലേ? Next G നോക്കിയേ. G. We have remaining only 1 minute. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഞാൻ ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ തന്നെ നിങ്ങൾ ഇത് മറന്നു പോവല്ലോടോ. ചെയ്യാം, നിങ്ങൾക്ക് എഴുതിയെടുക്കാനുള്ള ടൈമും ഇല്ല. Change the underlined verbs in the present into present continuous tense. Rewrite the sentences using ing form of the verb. Okay, we can do it in the next class. Okay, bye. Shall we wind up the class? Shall we wind up the class? Yes, bye. നല്ല മക്കളായിട്ട് പൊന്നു മക്കളായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ സേറ പണിഷ്മെന്റ് ഓർമ്മയുണ്ടല്ലോ. ഒരു പ്രാവശ്യം എഴുതിയ പോരാ, ആ 5 എണ്ണം 5 പ്രാവശ്യം എഴുതണം. ഓക്കെ, ദാറ്റ്സ് യുവർ പണിഷ്മെന്റ്. അല്ല ഫോട്ടോ ഇടണേ ഇപ്പൊ തന്നെ. Then bye. Okay.